ആ തൃപ്പൂണിത്തറയിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ നടപടി ആവശ്യപ്പെട്ട് KSU മാർച്ച് അത് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും. ശ്യാമ, ഈ പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയോ? ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കിയതെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ജലപീരങ്കിക്ക് ശേഷവും റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് റോഡിൽ നിന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അവരവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഇതോടുകൂടിയിട്ടാണ് പോലീസ് എത്തി വിദ്യാർത്ഥികളെ കയ്യിലും കാലിലും തൂക്കിപ്പിടിച്ചുകൊണ്ട് ബസ്സിനുള്ളിലേക്ക് കയറ്റിയത്. ആദ്യഘട്ടത്തിൽ അവർ പ്രതിഷേധിച്ചുവെങ്കിലും പൂർണ്ണമായും അറസ്റ്റ് ചെയ്തവരെ ബസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ അറസ്റ്റ് ചെയ്ത KSU പ്രവർത്തകരുമായി പോലീസ് ജീപ്പ് മുന്നോട്ട് നീങ്ങുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം തുടരുമെന്ന് സൂചന തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരുമായി പോലീസ് ജീപ്പ് മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ പ്രതിഷേധ പ്രവർത്തകരാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഏതായാലും പ്രവർത്തകരുമായിട്ടാണ് പോലീസ്, അറസ്റ്റ് ചെയ്ത പ്രവർത്തകരുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഈ ശ്യാമ ഈ പ്രവർത്തകർ പറയുന്നത്? ഈ കേസ് തീർപ്പാക്കാനായിട്ട് വലിയ രീതിയിൽ ഇടപെടലുകൾ നടക്കുന്നു. മന്ത്രി ഇടപെട്ട് വിദ്യാർത്ഥിയുടെ മരണം ഒതുക്കി തീർക്കാൻ നടക്കുന്നു. രാജീവിന്റെ പേര് ഉൾപ്പെടെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ആ പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ഏതായാലും ആ പ്രവർത്തകർക്കെതിരായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തെളിവെടുപ്പ് നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അവരിപ്പോൾ മന്ത്രി രാജീവിനെതിരെ ഉൾപ്പെടെയാണ് ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രവർത്തകരെ പൂർണ്ണമായും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് വാഹനം മുന്നോട്ട് നീങ്ങിയിരിക്കുന്നു. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർക്ക് നേരെ. ബാരിക്കേഡ് ഭേദിച്ച് പ്രവർത്തകർ മുന്നേറാൻ ശ്രമിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പോലീസ് നടപടി കാര്യക്ഷമമല്ല. ഈ പ്രതികൾക്കെതിരെ, ആരോപണ വിധേയർക്കെതിരെ നടപടി എടുത്തിട്ടില്ല. അവരെ സംരക്ഷിക്കാൻ നീക്കം നടത്തുന്നു. ഉന്നത രാഷ്ട്രീയ നേതൃത്വം അവരെ പിന്തുണയ്ക്കുകയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് KSU പ്രവർത്തകർ അവിടെ ഉന്നയിച്ചത്. അല്പസമയം മുമ്പാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ശ്യാമ, അവിടെ ഒരു സംഘർഷ സാധ്യത നേരത്തെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും ഇല്ലാതായോ? മുഴുവൻ KSU പ്രവർത്തകരെയും പ്രതിഷേധിച്ചവരെയും അവിടെ നിന്ന് നീക്കിയിട്ടുണ്ടോ? വിജയകുമാർ, പ്രവർത്തകരെ പ്രതിഷേധിച്ചവരെ പൂർണ്ണമായും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഈ പ്രതിഷേധ സമരം ഉണ്ടായപ്പോൾ അതിൽ അറസ്റ്റ് വരിക്കാൻ തയ്യാറാകാതിരുന്ന പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പ്രതിഷേധിച്ച മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ ഇവിടെ നിന്ന് സെൻട്രൽ സ്റ്റേഷനിലേക്ക് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രതിഷേധം കനത്തിരുന്നു. ആ പ്രതിഷേധത്തിനൊടുവിൽ ജലപീരങ്കി പ്രയോഗമുണ്ടായി. അതിനുശേഷവും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതിരുന്ന പ്രവർത്തകരെയാണ് പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അവരെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് നീക്കം ചെയ്തിട്ടുണ്ട്. പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. നിലവിൽ സംഘർഷ സാഹചര്യമില്ല എന്നാണ് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്.